Hi everyone, Assalamualaikum. This is Biju Fahima here. Welcome back to another video. ഇഡ്ലിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ വന്ന സജഷനാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല തിൻ ആൻഡ് ക്രിസ്പി പേപ്പർ ദോശൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ. കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ദോശ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ സെയിം ബാറ്റർ യൂസ് ചെയ്ത് എഗ് ഊത്തപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഊത്തപ്പം മുട്ടയും വെജിറ്റബിൾസെല്ലാം ആഡ് ചെയ്ത് നല്ല ഹെൽത്തിയാണ്. ചട്നി അല്ലെങ്കിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സോ കീപ് വാച്ചിങ്. ബാറ്ററിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഇഡ്ഡലി അരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് 4 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം മുങ്ങുന്നതിലും കൂടുതൽ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാൻ. അതുപോലെ തന്നെ 1/2 കപ്പ് ഉഴുന്ന് പരിപ്പിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ ചേർത്ത് 4 മണിക്കൂർ തന്നെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുതിർത്തെടുക്കണം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കുതിർത്ത് വെക്കാൻ. കാരണം ഉഴുന്ന് കുതിർത്ത വെള്ളം യൂസ് ചെയ്തിട്ടാണ് ബാറ്റർ അരച്ചെടുക്കുന്നത്, എന്നാലും നന്നായിട്ട് പൊങ്ങി വരാൻ. അതുകൊണ്ട് ഉഴുന്ന് കുതിർത്ത വെള്ളം ഒരിക്കലും ഡ്രെയിൻ ചെയ്യരുത്. ഇനി ഇതെല്ലാം നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് 3/4 കപ്പ് വെള്ളം അവിൽ സോക്ക് ചെയ്യണം. സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ സെയിം ഉഴുന്ന് കുതിർത്ത വെള്ളമാണ്. മിനിമം ഒരു 10 മിനിറ്റ് കുതിർത്തെടുത്താൽ മതി. വെള്ളാവിൽ ചേർക്കുന്നതുകൊണ്ടാണ് ദോശ നല്ല ഫ്ലേക്ക് ടെക്സ്ചറിൽ കിട്ടുന്നത്. അപ്പോൾ മിക്സറിലേക്ക് ഉഴുന്ന് പരിപ്പും ഉലുവയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. അധികം വെള്ളം ഒഴിച്ചാലും ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടൂല. അപ്പോൾ ഉഴുന്ന് അരച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ പാത്രം കുറച്ച് വലുത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലാണ് നമ്മൾ കംപ്ലീറ്റ് മിക്സിങ് നടത്തുന്നത്. അതുപോലെ ഫെർമെൻ്റ് ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഇനി സെയിം മിക്സറിലേക്ക് സോക്ക് ചെയ്ത വെള്ളം അവിലും അരിയും ചോറെല്ലാം ഇട്ട് ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം തന്നെ ഒഴിച്ച് 2 ബാച്ചായിട്ട് ഒരു തരി പോലും ഇല്ലാണ്ട് നല്ല മയത്തിലാണ് അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുത്ത ബാറ്റർ നേരത്തെ ഉഴുന്ന് അരച്ചെടുത്തതിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് എടുക്കുമ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് മെൽട്ടാവുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. എത്രയധികം മിക്സ് ചെയ്യുന്നോ അത്ര നന്നായിട്ട് കിട്ടും ബാറ്റർ. എന്നാലേ ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവുള്ളൂ. ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ ബാറ്റർ ഫെർമെൻ്റായി ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലൂസാക്കണമെങ്കിൽ യൂസ് ചെയ്യാം. വെള്ളം കളയാതെ വെച്ചാൽ മതി. മിനിമം 8 മുതൽ 10 മണിക്കൂർ വരെ ബാറ്റർ അരച്ചിട്ട് ഫെർമെൻ്റ് ആവാൻ വെക്കണം. എന്നാലും നന്നായിട്ട് പൊങ്ങി ആ ഒരു കറക്റ്റ് പുളി ടേസ്റ്റിൽ ദോശ കിട്ടാൻ. അപ്പോൾ നെക്സ്റ്റ് ഡേ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്ക് ടെക്സ്ചറിലാണ് ഉള്ളത്. മാറ്റി വെച്ച വെള്ളം ഒഴിച്ച് ലൂസാക്കി ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ചേർക്കുമ്പോഴാണ് ദോശയ്ക്ക് നല്ലൊരു പോളിഷ്ഡ് ടെക്സ്ചർ കിട്ടുന്നത്. ഇനി തവ നന്നായിട്ട് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് വെള്ളം ഡ്രോപ്പ് ചെയ്ത് തവ ഒന്ന് ഗ്രീസ് ചെയ്ത് ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ച് ഇതുപോലെ തിന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് തവ ആയതുകൊണ്ടാണ് തവയിൽ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് ഓയിൽ ഗ്രീസ് ചെയ്യാത്തത്. ദോശ മേലഭാഗം കുറച്ചൊന്ന് ഡ്രൈ ആയാൽ 2-3 ഡ്രോപ്സ് ഗീ അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് തിരിച്ചിട്ട് 2 ഭാഗവും ഇതുപോലെ മുരിഞ്ഞു വന്നാൽ ദോശ റെഡിയായി. കണ്ടില്ലേ, റെസ്റ്റോറൻറ്റിലെല്ലാം പോയാൽ നമുക്ക് കിട്ടുന്ന ഔട്ടർ പാർട്ട് ഇതുപോലെ പോളിഷ്ഡ് ടെക്സ്ചറിലും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശയാണിത്. ഇനി സെയിം ബാറ്റർ യൂസ് ചെയ്ത് എഗ് ഊത്തപ്പം ഉണ്ടാക്കാം. ഊത്തപ്പം ഉണ്ടാക്കാൻ ബാറ്റർ ഒഴിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തടിയിൽ ഒഴിക്കണം. എന്നിട്ടൊരു ബൗളിൽ ഒരു മുട്ട, കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പൊടിയായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും പച്ചമുളകും പെപ്പറും ഉപ്പും ഇട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഊത്തപ്പത്തിൻ്റെ മേലെ വെച്ച് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മേൽഭാഗം കുറച്ച് ഡ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. മേലഭാഗം ഇതുപോലെ പൊരിഞ്ഞ് വന്നാൽ തവന്ന് എടുത്താൽ മതി. ഈ എഗ് ഊത്തപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള നിങ്ങളെ ചോയ്സ് പോലെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഊത്തപ്പവും ദോശയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.